ഷാഹി ഇഫക്റ്റിലേക്ക് ഏവർക്കും സ്വാഗതം. നിങ്ങൾ പയ്യന്നൂരിലേക്ക് ഞാൻ നിങ്ങളുടെ ശ്രദ്ധ ക്ഷണിക്കുകയാണ്. എങ്ങനെയാണ് കോഴിക്കോട്ട് CPM പറഞ്ഞത്? ഇവിടെ DYFIയുടെ അഖിലേന്ത്യാ പ്രസിഡന്റായിരുന്ന CP ജോൺ സാർ ഇവിടെ ഇരിപ്പുണ്ട്. അദ്ദേഹം പറഞ്ഞു, നിരവധി യോഗങ്ങൾ, സാംസ്കാരിക ചർച്ചകൾ, സംവാദങ്ങൾ, സർഗ സംവാദങ്ങൾ, നാടകങ്ങൾ, സാഹിത്യ പരിഷത്തിന്റെ വലിയ വലിയ സമ്മേളനങ്ങൾ, പുസ്തക ചർച്ചകൾ. ആ ചർച്ചകളിലൂടെയാണ് DYFIയും CPMഉം കോഴിക്കോട്ട് വളർന്നത്. അന്ന് പറഞ്ഞു നാടകങ്ങൾ കാണുക, അന്ന് പറഞ്ഞു പുസ്തകങ്ങൾ വായിക്കുക. നാടകങ്ങളിലൂടെ, പുസ്തകങ്ങളിലൂടെ, ആവിഷ്കാര സ്വാതന്ത്ര്യത്തിലൂടെ ഒരു നാടൊന്നാകെ കമ്മ്യൂണിസ്റ്റായി മാറിയപ്പോ നമ്മൾ പറഞ്ഞു അതൊരു കമ്മ്യൂണിസ്റ്റ് മാതൃക. ഇന്ന് പയ്യന്നൂരിലെ സഖാവ് പറയാണ്, കണ്ണൂരിലെ ജില്ലാ സെക്രട്ടറി രാകേഷ് പറയുന്നു, വായിക്കല്ലേ, പുസ്തകം വായിക്കല്ലേ, ആ കള്ള കുഞ്ഞികൃഷ്ണന്റെ പുസ്തകം വായിക്കരുത്. തിട്ടൂരവറക്കുകയാണ്. ആരാണ് കുഞ്ഞികൃഷ്ണൻ? അപ്പുറത്ത് നിൽക്കുന്ന സഖാക്കന്മാരോടും ബുദ്ധിജീവികളോടും സാഹിത്യകാരന്മാരോടും ചോദിക്കുന്നു, ആരാണ് കുഞ്ഞികൃഷ്ണൻ? കുഞ്ഞികൃഷ്ണൻ സഖാവാണ്. ഏത് പാർട്ടി? CPIM ആണ്. കുഞ്ഞികൃഷ്ണന്റെ കൊടിയേത്? ചെങ്കൊടിയാണ്. കുഞ്ഞികൃഷ്ണൻ വിളിച്ച മുദ്രാവാക്യം എന്ത്? രക്തസാക്ഷികൾ സിന്ദാബാദ്, രക്തസാക്ഷികൾ അമരന്മാർ, അമരന്മാർ അവർ ധീരന്മാർ. എന്റെ നാട്ടിലെ ഏറ്റവും വലിയ കവികളിൽ ഒരാളായ കാട്ടാക്കട മുരുകൻ അല്പം കൂടി കടത്തിപ്പാടി, അവനവനു വേണ്ടിയല്ലാതെ അവരെന്നെ ചുടുചോര ഊറ്റിക്കുലം വിട്ടുപോയവൻ രക്തസാക്ഷി, രക്തസാക്ഷി. അതാണ് രക്തസാക്ഷി. മാർക്സിസ്റ്റ് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ സമ്മേളനം നടന്നത് രക്തസാക്ഷി മണ്ഡപങ്ങൾക്ക് മുമ്പിൽ പുഷ്പാർച്ച നടത്തിയിട്ടാണ്. മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജാഥ തുടങ്ങുന്നത് രക്തസാക്ഷി മണ്ഡപങ്ങൾക്ക് മുമ്പിൽ ഉരുക്ക് മുഷ്ടിയെ പോലെ ഇതുപോലെ മുഷ്ടി ചുരുട്ടി അഭിവാദം ചെയ്തുകൊണ്ടാണ് സമ്മേളനം തുടങ്ങുക. ആരാണ് മോട്ടിച്ചത്? ആരാണ് മോട്ടിച്ചത്? മധുസൂദനാണ് മോട്ടിച്ചത്. ആരാ മധുസൂദനൻ? MLA ആണ്. മോട്ടിച്ചെന്ന് പറഞ്ഞതാരോ? കുഞ്ഞികൃഷ്ണനാണ്. കുഞ്ഞികൃഷ്ണന്റെ പാർട്ടികത CPIM ആണ്. മധുസൂദനന്റെ പാർട്ടികത CPIM ആണ്. മധുസൂദനൻ പിടിക്കുന്ന കൊടിയേത? ചെങ്കൊടിയാണ്. കുഞ്ഞികൃഷ്ണൻ പിടിച്ച കൊടിയേത? ചെങ്കൊടിയാണ്. മധുസൂദനൻ എന്തു പറഞ്ഞു? പാർട്ടി ഫണ്ട് കട്ടിട്ടില്ല. കുഞ്ഞികൃഷ്ണൻ എന്തു പറഞ്ഞു? കട്ടു ധനരാജന്റെ ഫണ്ട് ലക്ഷങ്ങൾ കട്ടുകൊണ്ടുപോയി. ഇവിടുത്തെ പ്രശ്നം എന്താണ്? രക്തസാക്ഷികളുടെ പേരിൽ ഈ നാട് മുഴുവൻ രക്തസാക്ഷി മണ്ഡപങ്ങൾ കെട്ടിവെക്കുന്ന CPMനോട് എന്റെ ചോദ്യം, ആരാണ് പുറത്തു പോകേണ്ടയാൾ? ഇന്നലകളിലായിരുന്നുവെങ്കിൽ, ബദൽ രേഖയ്ക്ക് മുമ്പായിരുന്നുവെങ്കിൽ പുറത്തു പോകേണ്ടത് മധുസൂദനാണ്. എന്നാൽ പുറത്തു പോയത് ആരാണ്? പുറത്താക്കിയത് ആരാണ്? കള്ളം നേരിട്ട് കണ്ടിട്ട് വ്യാജ രസീതുകൾ ഉൾപ്പെടെ തെളിവുകൾ ഉയർത്തിപ്പിടിച്ച് പത്രസമ്മേളനം വിളിച്ച സഖാവ് കുഞ്ഞികൃഷ്ണൻ പാർട്ടിക്ക് പുറത്താണ്. മധുസൂദനൻ പാർട്ടിയിൽ പ്രമോഷനാണ്. നിങ്ങൾ പറയുക, നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആണോ? രണ്ടാമത്തെ ചോദ്യം, എന്റെ നാട്ടിൽ തിരുവനന്തപുരത്ത് ഹജൂർ കച്ചേരിയുടെ മുമ്പിൽ, സെക്രട്ടേറിയറ്റിന്റെ മുമ്പിൽ പഞ്ചപാവങ്ങളായ ആശാവർക്കർമാരുടെ പലരുടെയും രാഷ്ട്രീയം എന്താണെന്നറിയോ? അരിവാൾ ചുറ്റിക നക്ഷത്രമാണ് രാഷ്ട്രീയം. ആശാവർക്കർമാർ പിടിക്കുന്ന കൊടി ഭൂരിപക്ഷവും ചെങ്കൊടിയാണ്. അവർ വിളിക്കുന്ന മുദ്രാവാക്യം പിണറായി വിജയൻ സർക്കാർ അനുകൂലമായിട്ടുള്ള മുദ്രാവാക്യമാണ്. കുറച്ച് ആശാവർക്കർമാർ നമ്മളോടൊപ്പമുണ്ട്, ഇല്ല എന്നല്ല. എന്നാൽ ആശാവർക്കർമാർ എന്താ ചെയ്തെന്നറിയോ? വെറും കേവലം 232 രൂപയ്ക്ക് ഞെക്കി ഞെരിഞ്ഞ് ജീവിക്കുന്ന ദരിദ്രരായി ജീവിക്കുന്ന ആശാവർക്കർമാർ ചോദിച്ചത് ഒരു 25 രൂപ കൂട്ടിത്തരാനാണ്. വെറും 25 രൂപ. മഹാരാജാവിനും രാജകുമാരിക്കും 25 രൂപ എന്ന് പറഞ്ഞാൽ വലിയ കാര്യമൊന്നുമല്ല. എങ്കിലും 25 രൂപ കൂട്ടിത്തരണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് 385 ദിവസം ആശാവർക്കർമാർ തിരുവനന്തപുരത്ത് സമരം നടത്തി. ആദ്യം അവരെ അറസ്റ്റ് ചെയ്തു. അവർ മഴയത്ത് കെട്ടിയ ടാർപോളിനുകൾ പിടിച്ചെടുത്തു. അവരുടെ കൊച്ചു മെഗാഫോൺ പിടിച്ചെടുത്തു. അവർ ഒന്നാകെ വന്നു. പിണറായി വിജയൻ സഹിച്ചില്ല. ഒറ്റക്കെട്ടായി ആശാവർക്കർമാർ വന്നു. ആറ്റുകാൽ പൊങ്കാല നടക്കുമ്പോൾ കണ്ണകിയെ പോലെ നമ്മളെല്ലാവരും വായിച്ചിട്ടുള്ള ഇതിഹാസങ്ങളിലെ നായിക കണ്ണകിയെ പോലെ സ്വന്തം മുടിമുറിച്ചു. ഒരു സഹോദരി മുടിമുറിക്കുക എന്ന് പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും? സഹോദരിമാർ മുടിമുറിച്ചു. ആ മുടിമുറിച്ച് സെക്രട്ടേറിയറ്റിന് മുമ്പിലിട്ടിട്ട്
രാജകൊട്ടാരത്തിന് നേരെ കൈവിരൽ ഉയർത്തി. മഹാരാജാവിന്റെ കൊട്ടാരത്തിന് നേരെ കൈവിരൽ ഉയർത്തിയിട്ട് ആശാവർക്കർമാർ നാടൻ ഭാഷയിൽ ഇങ്ങനെ പ്രാഗി, തൊലഞ്ഞ് പണ്ടാരമടങ്ങിക്കൊണ്ട് പോട്ടെ. അന്ന് രാത്രിയാണ് SFIOയുടെ നോട്ടീസ് വന്നത്. അന്ന് രാത്രിയാണ് മകൾക്ക് സീരിയസ് ബഹുമാനായ കേരള രാഷ്ട്രീയത്തിലെ പുതുയുഗത്തിന്റെ നായകൻ പ്രിയങ്കരനായ ശ്രീ കുഞ്ഞാലിക്കുട്ടി സാഹിബ് കടന്നു വന്നിരിക്കുന്നു. ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന്റെ പ്രിയപ്പെട്ട അമരക്കാരൻ, എക്കാലത്തെയും വലിയ നയതന്ത്രജ്ഞൻ, ഐക്യ ജനാധിപത്യ മുന്നണി പ്രസ്ഥാനത്തിന് ഒരിക്കലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഉജ്ജ്വലനായ നേതാവിനെ ഞങ്ങൾ അഭിവാദ്യം ചെയ്യുന്നു. ഞാൻ കൊണ്ടുപോകുന്നില്ല. ആശാവർക്കർമാർ ശമ്പളം കൂട്ടിത്തരണമെന്ന് പറയുമ്പോൾ അത് കടിയിരിക്കുന്നില്ല. എന്നാൽ ആരും പറയാതെ, ആരും ചോദിക്കാതെ ഒരു പത്രസമ്മേളനത്തിലൂടെ പിണറായി വിജയൻ പ്രഖ്യാപിക്കുകയാണ്, നാളെ മുതൽ ജയിൽ പുള്ളികളുടെ ശമ്പളം 500 രൂപയിൽ നിന്നും 750 രൂപയായിട്ട് കൂട്ടിയിരിക്കുന്നു. 5 കൊല്ലത്തിൽ കൂടുതൽ ജയിലിൽ കിടന്നവരുടെ ശമ്പളം 1000 രൂപയിൽ നിന്നും 1500 രൂപയായിട്ട് കൂട്ടിയിരിക്കുന്നു. ആർക്ക് വേണ്ടിയിട്ടാണ്? കോടീശ്വരിമാർക്ക് വേണ്ടിയിട്ടാണ്. ആർക്ക് വേണ്ടി? രജീഷുമാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? അണ്ണൻ സിലിത്തുമാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? കിർമാണി മനോജുമാർക്ക് വേണ്ടി. ആർക്ക് വേണ്ടി? ആർക്ക് വേണ്ടി? ആകാശ് തില്ലങ്കേരിമാർക്ക് വേണ്ടി. ഇങ്ങനെ ഒരു CPM ആശാവർക്കർമാരെ തള്ളുകയും ജയിൽ പുള്ളികളെ ഉയർത്തുകയും ചെയ്താൽ കമ്മ്യൂണിസം കേരളത്തിൽ നിലനിൽക്കുമോ? ഞങ്ങളിപ്പോ ഇവിടെ നിൽക്കുമ്പോ അയ്യപ്പ സ്വാമിയെ മറന്നുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ പറ്റില്ല. എന്താണ് അയ്യപ്പ സ്വാമിയുടെ പ്രത്യേകത? ലോകത്ത് ഒരുപാട് അമ്പലങ്ങളുണ്ട്. ഈ കോഴിക്കോട്ടും അമ്പലമുണ്ട്, ഒരുപാട് പള്ളികളുണ്ട്. എന്നാൽ നിങ്ങൾക്ക് എവിടെയെങ്കിലും ഒരു അമ്പലത്തിനകത്തു നിന്നും ശരണമന്ത്രങ്ങളും മണിയച്ചയും അതിന്റെ തൊട്ടു താഴെ തക്ബീറും ബാങ്കും കേൾക്കുന്ന ലോകത്തെവിടെയെങ്കിലും ഒരു അമ്പലം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ഉണ്ടോ? ഉണ്ടോ? ഒരിടത്തുമില്ല. ആരാണ് സ്വർണം കട്ടത്? ആരാണ് സ്വർണം കട്ടത്? വാസുവാണ് കട്ടത്. വാസു എന്ത് കട്ടു? ദ്വാരപാലകനെ കട്ടു. വാസു എന്ത് കട്ടു? കട്ടള കട്ടു. പിന്നെ എന്ത് കട്ടു? വാതില് കട്ടു. പിന്നെ പത്മകുമാർ എന്ത് കട്ടു? യോഗദണ്ഡ് കട്ടു. പിന്നെ എന്ത് കട്ടു? രുദ്രാക്ഷമാല കട്ടു. പിന്നെ എന്ത് കട്ടു? ദശാവതാരം കട്ടു. പിന്നെ എന്ത് കട്ടു? 1-ാം പ്രഭാവലയം കട്ടു. പിന്നെ എന്ത് കട്ടു? 2-ാം പ്രഭാവലയം 2 കട്ടു. പിന്നെ എന്ത് കട്ടു? ശിവരൂപം കട്ടു. പിന്നെ എന്ത് കട്ടു? വ്യാളി രൂപം കട്ടു. പിന്നെ എന്ത് കട്ടു? ചന്ദ്രക്കല കട്ടു. പിന്നെ എന്ത് കട്ടു? മൊട്ടുകൾ തൊട്ടു. പിന്നെ എന്ത് കട്ടു? ആരിലകളായി കൊടിമരത്തിന്റെ മുകളിൽ പാറിക്കളിച്ചിരുന്ന 16-ൽ പരം വരുന്ന ആരില സ്വർണം കട്ടു. എത്ര കട്ടു? കിലോ കണക്കിന് കട്ടു. ആരാണ് കട്ടത്? വാസു. ആരാണ് കട്ടത്? വാസു. വാസു. BSന്റെ ഭാഷയിൽ ഞാനൊന്ന് പറഞ്ഞതേ ഉള്ളൂ. വാസു കട്ടു. ആരാണ് വാസു? CPIM. ആരാണ് വാസു? 2 തവണ പഞ്ചായത്ത് പ്രസിഡന്റ്. ആരാണ് വാസു? ദേവസ്വം കമ്മീഷണർ. ആരാണ് വാസു? ദേവസ്വം ബോർഡിന്റെ പ്രസിഡന്റ്. ആരാണ് വാസു? PK ഗുരുദാസൻ മന്ത്രിയുടെ പ്രൈവറ്റ് സെക്രട്ടറി. ആരാണ് വാസു? പിണറായി വിജയന്റെ മാനസ സഹോദരൻ വാസു. ആ വാസു കട്ടു ജയിലിൽ പോയി. എപ്പോ പുറത്തിറങ്ങാൻ പോവാണ്? പുറത്തിറങ്ങി കാണും. എങ്ങനെ പുറത്തിറങ്ങി? 90 ദിവസത്തിനുള്ളിൽ കുറ്റപത്രം കൊടുത്തില്ല. പിണറായി വിജയന് അയ്യപ്പനാണോ വലുത്? പിണറായി വിജയന് വാസുവാണോ വലുത്? പിണറായി വിജയൻ പറഞ്ഞു വാസുവാണ് വലുത്. അതുകൊണ്ടാണ് കുറ്റപത്രം മനഃപൂർവ്വം താമസിപ്പിച്ചത്. ആരാണ് പത്മകുമാർ? ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗമാണ്. ആരാണ് പത്മകുമാർ? പിണറായി വിജയന്റെ ചങ്കാണ്. ആരാണ് പത്മകുമാർ? BSനെ പറ്റിച്ചിട്ട് പിണറായിയോടൊപ്പം ചാടിയവനാണ്. ആരാണ് പത്മകുമാർ? കോന്നിയുടെ മുൻ MLA ആണ്. ആരാണ് പത്മകുമാർ? ജില്ലാ സെക്രട്ടേറിയറ്റിൽ നിന്നും സംസ്ഥാന കമ്മിറ്റിയിൽ എടുത്തില്ല എന്ന് പറഞ്ഞ് കലഹമുണ്ടാക്കിയവനാണ്. ആ പത്മകുമാർ ജയിലിൽ കിടക്കുന്നു. ഏത് പാർട്ടി? CPIM ആണ്. ഏത് കൊടി? ചെങ്കൊടിയാണ്. ഏത് അടയാളം? അരിവാൾ, ചുറ്റിക, നക്ഷത്രമാണ്. എന്റെ ചോദ്യം, മുരാരിയുടെ പാർട്ടിക്കാരെ, വാസുവിന്റെ പാർട്ടിക്കാരെ, വാസുവിന്റെയും പത്മകുമാറിന്റെയും മുരാരിയുടെയും ബൈജുവിന്റെയും പാർട്ടിക്കാരോട് ഒരു തവണയെങ്കിലും ഈ വിശ്വാസികൾ ഇത്രയും പറഞ്ഞില്ലേ? ഈ നേതാക്കന്മാർ ഇത്രയും പറഞ്ഞില്ലേ? ഈ പത്രക്കാർ ഇത്രയും പറഞ്ഞില്ലേ? ഒരു കൊതിക്കും വേണ്ടി ഇവരെ ഒന്ന് സസ്പെൻഡ് ചെയ്യാം എന്ന് എന്തുകൊണ്ട് CPM തീരുമാനിച്ചില്ല? എന്തുകൊണ്ട് തീരുമാനിച്ചില്ല? എന്തേ ഒന്ന് സസ്പെൻഡ് ചെയ്യാത്തത്? സസ്പെൻഡ് ചെയ്താൽ
വാസു വിളിച്ചു പറയും. സസ്പെൻഡ് ചെയ്താൽ പത്മകുമാർ വിളിച്ചു പറയും. പത്മകുമാർ ദൈവതുല്യന്റെ പേര് പറയും. നേരെ ഒരു മുൻ മന്ത്രിയുടെ വീട്ടിലേക്ക് പോലീസ് പോകേണ്ടി വരും. മുൻ മന്ത്രിയുടെ വീട്ടിൽ പോയാൽ രാജാവ് കുടുങ്ങും, സകലതും കുടുങ്ങും. അതുകൊണ്ടാണ് പോവാത്തത്. ശബരിമല അയ്യപ്പൻ അവർക്കൊരു ഇഷ്യൂ ആകുന്നില്ല. ഞാൻ എന്റെ പ്രസംഗം അവസാനിപ്പിക്കുകയാണ്. കോഴിക്കോട് ഞാൻ എന്റെ പ്രസംഗത്തിലൂടെ ഞാൻ നിങ്ങളോട് ചോദിക്കുന്നു, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണോ RSS ആണോ? ഞാൻ ചോദ്യം ആവർത്തിക്കുന്നു. പിണറായി വിജയൻ, വളരെ ബോധ്യത്തോടെ പറയുകയാണ് ഞാൻ, പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണോ RSS ആണോ? ഈ നാട് ജോസഫ് മുണ്ടശ്ശേരിയിലൂടെ, മഹാനായ CH മുഹമ്മദ് കോയ സാഹിബിലൂടെ, അതുപോലെ TM ജേക്കബ് സാറിലൂടെ, PJ ജോസഫ് സാറിലൂടെ, കേരള കിസിഞ്ചർ ബേബി ജോൺ സാറിലൂടെ ഈ നാടിന് സമർപ്പിച്ചൊരു വിദ്യാഭ്യാസ മേഖലയുണ്ട്. ആ വിദ്യാഭ്യാസ മേഖല സെക്കുലറാണ്, മതേതരത്വമാണ്. എന്നാൽ കേവലം 1400 കോടി രൂപയ്ക്ക് വേണ്ടി അമിത്ഷായുടെ വീട്ടിൽ ഒരു വിരുന്നൊരുങ്ങി. അമിത്ഷായുടെ വീട്ടിൽ രാജാവ് വന്നു. രാജാവിനോടൊപ്പം മരുമകനും വന്നു. രണ്ടുപേരെയും സൽക്കരിച്ചു. ആ വിദ്യാഭ്യാസ മന്ത്രി ആ ശിവൻകുട്ടിയെ വിളിച്ചു വരുത്തി. രാത്രിക്ക് രാമായണം ഒപ്പിട്ടു. ആരോട് പറഞ്ഞില്ല? CPIയോട് പറഞ്ഞില്ല. ആരോട് പറഞ്ഞില്ല? മുന്നണിയോട് പറഞ്ഞില്ല. ആരോട് പറഞ്ഞില്ല? ഗോവിന്ദൻ സഖാവിനോടും പറഞ്ഞില്ല. ആരോട് പറഞ്ഞില്ല? ഈ 3 പേരും അമിത്ഷായും RSS അല്ലാതെ ആരോടും പറയാതെ PM ശ്രീ ഒപ്പിട്ട 1400 കോടി രൂപയ്ക്ക് വേണ്ടി കേരളത്തിലെ വിദ്യാഭ്യാസ മേഖലയെ കാവിക്ക് വിറ്റ പിണറായി വിജയൻ കമ്മ്യൂണിസ്റ്റ് ആണോ RSS ആണോ? ഇന്ന് പൊതുപണിമുടക്കാണ്. എന്താണ് പൊതുപണിമുടക്ക്? ലേബർ കോഡിനെതിരായിട്ടാണ്. എന്താണ് ലേബർ കോഡ്? തൊഴിലാളിക്ക് തൊഴിൽ തർക്കമുണ്ടായാൽ ലേബർ കോടതി പോകണം. അവന് തൊഴിലവകാശമുണ്ട്. എന്നാൽ ലേബർ കോഡ് കൊണ്ടുവന്നതിലൂടെ ഇനി ഒരു തൊഴിലാളിക്കും കോടതി പോകാൻ പറ്റൂല. ലേബർ കോഡ് വന്നതോടുകൂടി ഇനി ഒരു ലേബർ കോടതിയിലും പോകാൻ പറ്റൂല. ആരാണെന്നറിയോ ഒപ്പിട്ടത്? ആരാണെന്നറിയോ? പിണറായി വിജയൻ. ആരോട് ചോദിച്ചിട്ട്? ഈ കോഴിക്കോട് ജില്ലയിലെ എളമരം കരീമുമായിട്ട് പോലും ചോദിച്ചിട്ടില്ല. എളമരം കരീമുമായിട്ട് പോലും ഡിസ്കസ് ചെയ്തിട്ടില്ല. ഇവിടെ കേരളത്തിലെ ഒരു തൊഴിലാളി വർഗത്തിന്റെ പാർട്ടി അധികാരത്തിലിരിക്കുമ്പോൾ ലേബർ കോഡ് കേന്ദ്ര സർക്കാരുമായിട്ട് ഒപ്പിടുമ്പോൾ CI2 ആയിട്ട് മാത്രം പോലും ചർച്ച ചെയ്യുന്നില്ല. നിങ്ങൾ RSS അല്ലേ? ഞങ്ങളുടെ പ്രിയപ്പെട്ട മതേതര കേരളത്തിന്റെ മുഖമായ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇവിടെ ഇരിപ്പുണ്ട്. കുഞ്ഞാലിക്കുട്ടി സാഹിബിനെതിരായി ആരും വർഗീയത പറഞ്ഞിട്ടില്ല, പറയാൻ കഴിയില്ല. അങ്ങനെയുള്ള ക്രിസ്റ്റൽ ക്ലിയർ മനസ്സാണ് ബഹുമാനായ കുഞ്ഞാലിക്കുട്ടി സാഹിബിനോട്. ആ കുഞ്ഞാലിക്കുട്ടി സാഹിബ് ഇരിക്കുന്ന വേദിയിൽ ഞാൻ പറയാണ്, കേരളത്തിലെ മുഖ്യമന്ത്രി പറയുകയാണ്, ഒരു ജില്ല കുഴപ്പം, ഒരു ജില്ല വർഗീയവാദികൾ, ഒരു ജില്ല കള്ളക്കടത്തുകാർ, ഒരു ജില്ല സ്വർണ്ണക്കടത്തുകാർ. എവിടെ വെച്ചാണ് പറഞ്ഞെന്നറിയോ? ഡൽഹിയിൽ. എന്താ കേരളത്തിൽ വെച്ച് പറഞ്ഞില്ല? കേരളത്തിൽ വെച്ച് പറഞ്ഞാൽ കേൾക്കേണ്ടവർ കേൾക്കൂല. മലയാളത്തിൽ പറയാത്തത് എന്താ? മലയാളത്തിൽ പറഞ്ഞാലും കേൾക്കേണ്ടവർ കേൾക്കില്ല. എവിടെ പോയി? ഡൽഹിയിൽ പോയി. ഏത് ഏജൻസി? അതേത് ഏജൻസിയാ? മഹാരാഷ്ട്ര മുഖ്യമന്ത്രി ശ്രീ ദേവേന്ദ്ര ഫഡ്നവിസിന്റെ ഏജൻസിയാണ്. അദ്ദേഹത്തിന്റെ തെരഞ്ഞെടുപ്പ് നിയന്ത്രിച്ച ഏജൻസിയാണ് കെയ്സൺ. വലത് സൈഡിൽ സുബ്രഹ്മണ്യൻ, ഇടത് സൈഡിൽ രാജീവ് ചന്ദ്രശേഖരന്റെ PR ടീമിന്റെ മേധാവി നിങ്ങൾക്കറിയാം പ്രിയദർശിനി. രണ്ടുപേരെയും ഇരുത്തിക്കൊണ്ട് ഒരു പത്രസമ്മേളനം. ആർക്ക്? ദി ഹിന്ദുവിന്. അതിൽ എഴുതി കൊടുത്ത് വായിപ്പിക്കുകയായിരുന്നു. കേരളത്തിലെ മുഖ്യമന്ത്രി ഒരു ജില്ലയെ കുറ്റപ്പെടുത്തി, ഒരു സമുദായത്തെയും ഒരു ജില്ലയെയും ഒരു പ്രദേശത്തെയും ഇരുട്ടിൽ നിർത്തി. മലബാറിൽ മഹാരാഷ്ട്രയിലെ മന്ത്രി നീലേശ്വർ റാണ അവിടെ മഹാരാഷ്ട്രയിലെ നിയമസഭയിൽ വായിച്ചു, കേരളം വർഗീയവാദികളുടെ തുരുത്ത്, ഭീകരവാദികളെ സൃഷ്ടിക്കുന്ന പ്രഭവ കേന്ദ്രം മലപ്പുറം. ഉടനെ കോൺഗ്രസ് അംഗങ്ങൾ ബഹളം വെച്ചു. ഉടനെ നീലേശ്വർ റാണ മഹാരാഷ്ട്രയിലെ അവിടുത്തെ മന്ത്രി എഴുന്നേറ്റ് പറഞ്ഞു, ഞാൻ പറഞ്ഞതല്ല, കേരളത്തിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ വെച്ച ഡോക്യുമെന്റാണ്. നിങ്ങൾ പറയുക, പിണറായി RSS ആണോ കമ്മ്യൂണിസ്റ്റ് ആണോ? ഒറ്റ കാര്യം കൂടി, RSS നേതാക്കന്മാരെ കാണുന്നത് തെറ്റല്ല എന്ന് കരുത്. എന്നാൽ അടുത്ത RSSന്റെ തലവൻ ദത്താത്രേയ ഹൊസബലെ ഇവിടെ തൃശ്ശൂർ വരുമ്പോ ADGP ദൂതനായിട്ട് അയക്കുകയാണ് മുഖ്യമന്ത്രി. ആരാണ് ADGP? അജിത് കുമാർ. അയക്കുമ്പോ അയാൾ ചെന്ന് കാണുന്നു,
RSS ഓഫീസിൽ ADGP യൂണിഫോം മാറ്റി, കാറ് മാറ്റി ചെന്നു കാണുന്നു. കാണുമ്പോൾ ദത്താത്രേയ ഹൊസബല പറയുന്നു, ഒരു സീറ്റ് ഞങ്ങൾക്ക് വേണം. ഏത് സീറ്റ്? തൃശൂർ സീറ്റ്. എന്താണ് പദ്ധതി? നമുക്ക് കലക്കാം. എങ്ങനെ കലക്കാം? സാഹിബ് വന്നു. ഞാൻ പ്രസംഗം നിർത്തുകയാണ്. ഞാൻ പറഞ്ഞു വന്നത് കേരളത്തിൽ 12 കൊല്ലമായി നടത്തിക്കൊണ്ടിരുന്ന ഒരു പ്രത്യേക പൂരത്തിന്റെ, തൃശൂർ പൂരത്തിന്റെ പ്ലാൻ രാത്രിക്ക് രാമാനം പോലീസ് അക്കാഡമിയിൽ വെച്ച് ADGP തിരുത്തുകയാണ്. അങ്ങനെ തിരുത്തിയിട്ട് പറയുകയാണ് ലാത്തി ചാർജ് നടത്താൻ. ആരെയാണെന്നറിയോ ലാത്തി ചാർജ് നടത്താൻ പറഞ്ഞേൽപ്പിച്ചത്? ആരെന്നറിയോ? ആളുകളെ അല്ല. ഒരു സമയം കഴിഞ്ഞപ്പോ തിരുവാമ്പാടി ദേവസ്വത്തിന്റെ ലൈറ്റ് അണയ്ക്കാൻ പറഞ്ഞു. അണച്ചോ. ജനം പരിഭ്രാന്തരായി നിൽക്കുന്ന സന്ദർഭത്തിൽ നിങ്ങൾ ആലോചിച്ചോ, ലാത്തി ചാർജ് നടക്കുകയാണ്. ആരെയാണ് ലാത്തി ചാർജ് നടത്തിയെന്നറിയോ? നിങ്ങൾ പൂരം കലക്കി എന്ന് പറയുന്നുണ്ടല്ലോ. ചാനൽ ചർച്ചയ്ക്ക് വേണ്ടി ഞാൻ റിപ്പോർട്ട് വായിച്ചതാണ്. ദർബാസി സാഹിബിന്റെ റിപ്പോർട്ട് ഞാൻ വായിച്ചു. അതിൽ പറയുകയാണ്, ബോധപൂർവം തൃശൂരിൽ അന്ന് അവിടെ ഉണ്ടായിരുന്ന ആനകളുടെ പാപ്പാന്മാരിൽ ലാത്തിച്ചാർജ് നടത്തി. ആനയുടെ പാപ്പാന്മാർ ലാത്തിച്ചാർജ് നടത്തിയാൽ ആനയിളവും. ആനയിളവിയപ്പോ ആളിളവിയപ്പോ ബന്ദോബസ്ത് പൊട്ടിയപ്പോ നിയന്ത്രണം പൊട്ടി. മന്ത്രി വന്നു, രാജൻ കയറ്റിവിട്ടില്ല. കോൺഗ്രസ്സുകാർ വന്നു, കയറ്റിവിട്ടില്ല. ആര് വന്നു? ഗോപി വന്നു. ഗോപിയെ കയറ്റിവിട്ടു. ഗോപി എങ്ങനെ വന്നു? എങ്ങനെ കടന്നു വന്നു? ആംബുലൻസിൽ കടന്നു വന്നു. ഏത് ആംബുലൻസ്? സേവാഭാരതി. ആംബുലൻസിൽ കയറി വന്ന സുരേഷ് ഗോപി ആരെങ്കിലും കയറ്റിവിട്ടോ? അയാളെ മാത്രമേ കയറ്റിവിട്ടോളൂ. ആരുടെ ഗൂഢാലോചന? ADGPയുടെ ഗൂഢാലോചന. ഞാൻ എന്റെ പ്രസംഗം നിർത്തുകയാണ്. RSSന് വഴങ്ങിക്കഴിഞ്ഞു. മകൾ മാസപ്പടി കേസിൽ അകത്താകുമെന്ന ഘട്ടം വന്നപ്പോഴാണ് ഒറിജിനൽ കമ്മ്യൂണിസ്റ്റുകാരനായ പിണറായി വിജയനിൽ ഈ വ്യതിയാനമുണ്ടായത്. നമ്മൾ ഒരുപാട് പ്രസംഗങ്ങൾ കേട്ടിട്ടുണ്ട്. അവിടെയെല്ലാം കേട്ട മുദ്രാവാക്യം ഇങ്ങനെയാണ്: സർവരാജ്യ തൊഴിലാളികളെ സംഘടിക്കുവിൻ എന്നാണ് മുദ്രാവാക്യം. എന്നിട്ടതിൽ ആവർത്തിക്കുന്നു, മരിക്കാൻ ഞങ്ങൾക്ക് മനസ്സില്ല, മുട്ടുമടക്കാൻ മനസ്സില്ല, മുതലാളിത്തമേ മുട്ടുമടക്കാൻ മനസ്സില്ല എന്ന് പറഞ്ഞാൽ ഒറ്റ കമ്മ്യൂണിസ്റ്റുകാരനും മുതലാളിയുടെ മുമ്പിൽ മുട്ടുമടക്കില്ല. ഇവിടെ SFIO പറയുന്നു, മുട്ടുമടക്കി. ആര്? രാജകുമാരി. എവിടെ നിന്ന് കാശ് വാങ്ങി? മാസപ്പടിയായിട്ട് കാശ് വാങ്ങി. ആര്യത്? കർത്തയിൽ നിന്ന്. ഏത് കർത്ത? കരിമണൽ കർത്ത. എത്ര കോടി? 2,67,00,000. ആര് പിടിച്ചു? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസ്. ആര് വരണ്ടു? അച്ഛൻ വരണ്ടു. ആ അച്ഛനാണ് മകൾക്ക് വേണ്ടി ഈ കോപ്രായങ്ങൾ കാട്ടുന്നത്. ഇനി നിങ്ങൾ തീരുമാനിച്ചോ? പുതിയ വിശേഷങ്ങളുമായി വീണ്ടും കാണാം. അതുവരെ എല്ലാവർക്കും നന്ദി, നമസ്കാരം.